രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇറങ്ങി വാ മോളെ. വാ മോളെ, വാ. ആദ്യം കുറച്ചു നേരം ഉറങ്ങ്, ബാക്കിയെല്ലാം നമുക്ക് നാളെ തീരുമാനിക്കാം. ഇന്ദ്രജ, ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോയത്, നമ്മൾ തിരിച്ചു വന്നതും ഒന്നും തൽക്കാലം അമ്മയോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറയില്ല. വിജയുടെ കാര്യത്തിലാ എനിക്ക് സംശയം. എന്താ ഇന്ദ്രജെ, എന്തൊക്കെയാ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാ പുറത്തു പറയേണ്ടത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. മോളെ മുറിയിലേക്ക് ചെല്ല്. നീ പോകുന്നില്ലേ? അല്ല, ഡാഡി പറഞ്ഞത് അനുസരിച്ചാ മതി. പോ. ഇന്ദ്രജെ, അതാ നോക്കിയേ. എന്താ നീ മുറിക്കകത്തേക്ക് പോവാത്തത്? സൂര്യ സാർ ഉറങ്ങുക, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. മാഡം പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നീ ഇരിക്കേണ്ടത് മുറിക്കകത്ത്, നിന്റെ ഭർത്താവിന്റെ മുറിയില്. ഏതവസ്ഥയിലായാലും നിന്നെ താലി കെട്ടിയ ആളാ മുറിയില്. അവന്റെ മുറിയിൽ ഇരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിനക്കുണ്ട്.
ആ മുറിയിലെന്നല്ല, ഈ വീട്ടിലും എല്ലാ അവകാശങ്ങളും നിനക്കുണ്ട്. തൊട്ടു മുൻപ് വരെ വെറും വേലക്കാരി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവള് ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും നിനക്ക്. നിന്റെ അച്ഛൻ തളർന്നു വീണ നിമിഷം മുതൽ ആ ഹോസ്പിറ്റലിൽ കാത്തു നിന്ന നിമിഷം അത്രയും ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊക്കെ പിന്നെ മനുഷ്യരാണോ? എല്ലാം ശരിയാവും. ഇപ്പൊ നീ അകത്തേക്ക് ചെല്ല്. വേണ്ട മാഡം, ചെല്ലാനല്ലേ പറഞ്ഞത്? അതോ ഞാൻ സൂര്യയെ വിളിച്ചുണർത്തി ഇപ്പൊ തന്നെ സംസാരിക്കണോ? വേണ്ട, അകത്തേക്ക് കയറിക്കോ. വാ. ഇന്ദ്രജെ, എന്താ? സത്യത്തിൽ നമ്മൾ ആരെ തോൽപ്പിച്ചാലും ലോട്ടറി അടിച്ചത് നന്ദിനിക്ക. വെറുമൊരു വേലക്കാരിയായിരുന്ന അവള് ഇപ്പൊ ഈ വീട്ടിലെ മരുമകളല്ലേ? സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദ്രജയ്ക്കും വേദയ്ക്കും ഒക്കെ മുകളിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നന്ദിനിയുടെ സ്വഭാവം മാറിയാലോ? സൂര്യ അവളെ സിൻസിയറായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാലോ? എന്തിനെ, അമ്മയുടെ മനസ്സിന് പോലും മാറ്റം വന്നാലോ? നമ്മൾ ചെയ്തത് വലിയ അബദ്ധമാവില്ലേ? അല്ല, ഈ നന്ദിനിക്കൊരു പ്രത്യേകതയുണ്ട്. സ്വഭാവ ഗുണം കൊണ്ട് ആരെ ആകർഷിച്ചു കളയും. സ്വന്തം മകന്റെ ഭാര്യയോട് എത്ര നാളാ അമ്മ എതിർത്ത് നിൽക്കുക? കുറച്ചു കഴിയുമ്പോ അമ്മ ചിന്തിക്കും, ഇതാണ് വിധിയെന്ന്. വിജയ്, ഞാൻ നന്ദിനിയുടെ കഴുത്തില് അവനെ കൊണ്ട് താലി കെട്ടിപ്പിച്ചത് അവൾ എന്റെ കാൽ കീഴിൽ തന്നെ കിടക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട്. ഒന്ന് തല പൊക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ചവിട്ടി താഴ്ത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വേലക്കാരി, നമ്മുടെ കാല് വരെ തുടയ്ക്കാനുള്ളവൾ, അതിനപ്പുറത്തേക്കൊരു സ്ഥാനം നന്ദിനിക്ക് ഈ വീട്ടിൽ ഉണ്ടാവില്ല. ഞാനാ പറയുന്നത്.